അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, സുഭാഷിതങ്ങൾ 16:6 ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിന് പരിഹാരം. ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു. അധർമ്മം വിരാജിക്കുന്ന കാലമാണ്. ധർമ്മ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഒരുമ്പെട്ട് ത്യാഗ സുരഭിലമായ മനസ്സ് ക്രമീകരിച്ചു മുന്നേറുന്നവന് ധാർമ്മികമായ ഒരു നിലപാട് എടുത്താൽ ഉറപ്പാണ് അധാർമികമായ പ്രതികരണം നിന്റെ നേരെ ഉണ്ടാവും. എന്താണ് ധാർമ്മികത? എന്നിലെ സ്നേഹം, എന്നിലെ കരുണ, എന്നിലെ നീതിബോധം എന്നിവ അടങ്ങുന്ന മനസ്സുകൊണ്ട് രൂപീകരിക്കപ്പെട്ട മനസ്സാക്ഷി കൊണ്ട് അപരന് നന്മ ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക, അപരനോട് നീതിപൂർവം പെരുമാറുക, അനീതി പ്രവർത്തിക്കാതിരിക്കുക, സ്നേഹവും കരുണയും അർഹിക്കുന്ന വേദികളിൽ അത് നിന്നിൽ നിന്ന് അവസരോചിതമായി ആർക്കും ഭേദമില്ലാതെ ഒഴുകുന്നൊരു സ്ഥിതിയുണ്ടെങ്കിൽ അവിടെ ധാർമ്മികത ഉണ്ടെന്ന് പറയാം. അപ്പം ധാർമ്മികത പുലരാൻ ആഗ്രഹിക്കുന്ന ഒരുവന് ഒരു പക്ഷേ അധാർമികമായ നിലപാടുള്ളവരുടെ പ്രതികരണങ്ങൾക്ക് വിധേയപ്പെടേണ്ടി വരും. എത്ര വിലപിച്ചാലും, എത്ര നീതിപരമായി നീങ്ങിയാലും, അപേക്ഷിച്ചാലും, കരഞ്ഞാലും, വിലപിച്ചാലും നീതി, ധർമ്മം നിഷേധിക്കപ്പെടും. ഇവിടെ അധാർമികതയ്ക്കെതിരെ നാം പുലർത്തേണ്ടുന്ന ഭാവം ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ്. ആത്മാർത്ഥത മുറ്റി നിൽക്കുന്ന വിശ്വസ്തതയുള്ളൊരു മനസ്സ് അധാർമികതയെ നീക്കം ചെയ്യാൻ സഹായിക്കും. കഴിഞ്ഞില്ല, ദൈവഭയം. ഈ ധാർമ്മികത ഉടലെടുക്കുന്നത് ഒരുവനിൽ ആശ്രയിച്ചൊരു ഗുഹയിൽ കഴിയുമ്പോഴല്ല. ഒരുവൻ തന്നിൽ നിന്ന് ഇറങ്ങിപ്പുറപ്പെട്ട് മറ്റുള്ളവരിലൂടെയോ മറ്റുള്ളവരോട് ചേർന്നോ മറ്റുള്ളവർക്ക് അഭിമുഖമായോ നിലകൊള്ളുകയോ വ്യാപരിക്കുകയോ വ്യവഹരിക്കുകയോ ചെയ്യുമ്പോൾ ദൈവത്തെ പ്രതി അല്ലെങ്കിൽ സ്വന്തം ആത്മാവിനെ പ്രതി, സോൾ ആൻഡ് ബോഡി സെപ്പറേഷനിൽ സോൾ അത് ദൈവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈ ആത്മാവ്. അതുകൊണ്ടാണ് ദൈവഭയം തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നു എന്ന് നമുക്ക് മൊഴി നൽകുന്നത്. ആകയാൽ ആത്മാർത്ഥത, വിശ്വസ്തത, ദൈവഭയം എന്നിവ നമ്മിൽ നിലനിർത്തി അധാർമികമായ നിലപാടുകൾക്കെതിരെ സ്വരമുയർത്തി അധർമ്മം നിന്റെ മേൽ മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചാലും വിലപിച്ച് നശിച്ച് വെണ്ണീറായി പോകേണ്ടി വരില്ല എന്നുള്ള ഒരു ധർമ്മബോധം നിലനിർത്തി മറ്റുള്ളവരോട് ദൈവഭയമുള്ളവനെ പോലെ പെരുമാറിയാൽ തിന്മയില്ലാതെ ജീവിക്കാം. അവസാനത്തെ നന്മയുടെ വിജയം ആഘോഷിക്കും. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.